കൊല്ലം നഗരത്തിൽ താമസിക്കുന്ന ഉടുപ്പി ബ്രാഹ്മിൻസായ ഒരു വീടിൻ്റെ മുന്നിലാണ് ഞാൻ നിൽക്കുന്നത്. കഴിഞ്ഞ 4 വർഷമായിട്ട് അവർക്ക് ജീവിക്കാൻ, ഭക്ഷണം കഴിക്കാനോ ഒന്ന് ശുദ്ധവായു ശ്വസിക്കാനോ പറ്റാത്ത ഒരവസ്ഥയാണ് ഈ വീട്ടിൽ താമസിക്കുന്ന അവരാണ് നമ്മളോട് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞത്. കാരണം മറ്റൊന്നുമല്ല, കൊല്ലത്തെ ഒരു പ്രമുഖ ഹോട്ടൽ വ്യവസായം നടത്തുന്ന ഹോട്ടലുകളും ബേക്കറികളും നടത്തുന്ന ഒരു വൻ മുതലാളി കോടിക്കണക്കിന് രൂപ ചെലവാക്കി ഈ വീടിന് സമീപം 10 സെൻറ്റ് വസ്തു വാങ്ങുകയും ആ വസ്തുവിന് മുന്നിൽ ഈ കാണുന്ന കണക്ക് ഷെഡ് കെട്ടി വെച്ചിട്ട് ഹോട്ടലിലെ മാലിന്യങ്ങൾ മുഴുവനും കൊണ്ട് തള്ളുകയാണ്. ഇത് ചോദിക്കാനോ പറയാനോ കൊല്ലത്ത് ആരുമില്ല. സവാർ എന്ന് പറയുന്ന കൗൺസിലിൻ്റെ അടുത്ത് നിരവധി തവണ ഇവർ പരാതി പറഞ്ഞു ഇത് പരിഹരിച്ചു കൊടുക്കാൻ. അതേ കണക്ക് കൊല്ലം മേയർ വന്നു. മേയർ പ്രസന്ന എണസ്റ്റ് മേയറുകൾ മാറുന്നു. പ്രസന്ന എണസ്റ്റ് മേയറായിരുന്നപ്പോൾ ഈ പാവം ഗ്രാമീൺ കുടുംബം പോയി ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒന്ന് ഭക്ഷണം കഴിക്കാൻ, അവർക്ക് സുഖമായി ഉറങ്ങാൻ, ശുദ്ധവായുവിന് വേണ്ടി അവർ മേയറുടെ കാൽക്കൽ നിരവധി തവണ പോയിട്ടും എല്ലാം ശരിയാക്കാം എന്ന് പറയുന്നതല്ലാതെ അവരിവിടെ കിടന്ന് മരിക്കാൻ പോവുകയാണ്. എന്താണ് ഈ കാണുന്നത് ബാത്റൂമിൽ? ഇത് ഞങ്ങൾ ആക്ച്വലി തുളു ബ്രാഹ്മൺസ് ആണ്, ഉടുപ്പി ബേസ്ഡ്. സോ ഞങ്ങളുടെ അവിടെയൊക്കെ ഇതിലാണ് ഡെയിലി കുളിക്കുന്നത്. വെളിയിലാണ് ഇതിന് വിറകൊക്കെ വെച്ച് കത്തിക്കുന്നത്. അപ്പോൾ ആ ചൂട് വെള്ളമാണ് ഡെയിലി നമ്മൾ കുളിക്കുന്നത്. ഞങ്ങൾക്കിത് ദീപാവലി സമയത്തൊക്കെ ഭയങ്കര പൂജയൊക്കെ ചെയ്ത് നമ്മൾ പൂജിക്കുന്നൊരു സ്ഥലമാണ്. ആ വിറക് വെക്കുന്ന ആ സ്ഥലത്തൂടല്ലേ ഈ വേസ്റ്റ് വെള്ളം ഒഴുകി വരുന്നത്? അതെ. നിങ്ങളുടെ ആചാരം ഇപ്പോൾ നടത്താൻ പറ്റുന്നില്ല, അത്തരത്തിലൊരു കുളി നടത്താൻ പറ്റും അങ്ങനെ നിങ്ങൾക്ക്? അതെ, ഭയങ്കര ബുദ്ധിമുട്ടാണ്, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ഇതിപ്പോ ഇത്ര വർഷമായിട്ട് തുടങ്ങി ഇവിടെ? ഒരു 4 വർഷമായിട്ട്. ഈ 4 വർഷമായിട്ട് ഇവിടുത്തെ കോർപ്പറേഷൻ മേയർ, ഇവിടുത്തെ കൗൺസിലർ, അധികാരികളടുത്തെല്ലാം നിങ്ങൾ പരാതിപ്പെട്ടിട്ട് എന്താണ് അതിനുണ്ടായ മറുപടികളോ എന്തെങ്കിലും? ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. മേയർ പോലും ഇവിടെ വന്ന് ഈ വാടയിൽ നിങ്ങൾ എങ്ങനെയാ താമസിക്കുന്നത്, അസുഖം വന്നും മരിച്ചുവോ നിങ്ങളെല്ലാവരും, അങ്ങനെ വന്ന് പറഞ്ഞിട്ട് പോയ ആള് പിന്നെ തിരിഞ്ഞു പോലും ആരും നോക്കിയിട്ടില്ല. ഇവിടുത്തെ കൗൺസിലർ എല്ലായിടത്തും ഞങ്ങൾ പോയി കംപ്ലൈൻറ്റ് ചെയ്ത് ഇവർ വരും, നോക്കിയിട്ട് അയ്യോ കഷ്ടം പാവോന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവും. അല്ലാതെ വേറെ ഒരു നടപടി ഇതുവരെ ഒന്നും ആയിട്ടില്ല. നിങ്ങൾ കേരളക്കാരല്ല എന്നതുകൊണ്ടാണോ ഇങ്ങനെ പരിഗണിക്കാത്ത? അങ്ങനെ വല്ലതും തോന്നിയിട്ടുണ്ടോ? അങ്ങനെ തോന്നിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഇവരെന്താ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാം. നിങ്ങൾ മനുഷ്യരല്ലേ, നിങ്ങളുടെ ഇത്രയും ആചാരപരമായിട്ട് ജീവിച്ച് പോകുമ്പോൾ ഇത്തരത്തിൽ ഒന്ന് നിങ്ങളുടെ അത്രയും ചൂടുവെള്ളം വിറകടുപ്പിൽ തിളപ്പിച്ച് കുളിക്കുന്ന നിങ്ങൾക്ക് ഇതൊരു ബുദ്ധിമുട്ടായിട്ട് അവരത് മനസ്സിലാക്കി അതിനൊരു നടപടി ഇതുവരെ എടുത്തില്ല? ഇല്ല, ഒന്നും എടുത്തിട്ടില്ല. അമ്മുമ്മ കരഞ്ഞു പോലും മേയറടുത്ത് വന്ന് കാലൊക്കെ പിടിച്ച് പറഞ്ഞു എന്തെങ്കിലും ഒന്ന് സഹായിക്കണമെന്ന്. അവര് വന്ന് നോക്കിയിട്ട് അയ്യോ എന്നൊക്കെ പറഞ്ഞ് പോയാൽ പിന്നെ ഇതുവരെ ഒന്നും ആയിട്ടില്ല. എല്ലായിടത്തും ഞങ്ങൾ പോയി നോക്കി. ഇങ്ങനെയുള്ള പാത്രമാണ് ആ പൊറോഷത്ത് വെക്കുമ്പോൾ ഈ ഇത്രയും ഇതാവുന്നത്, കറുത്തു പോകുന്നത്. ഞങ്ങൾ ഇതെല്ലാം ഇങ്ങനെ എല്ലാം മൂടി വെക്കണം. ഈ പാത്രമാണ് വെളി വെക്കുമ്പോൾ ഇങ്ങനെ കറക്കുന്നത്. വെളി പൊറോഷത്ത് വെക്കുമ്പം ആ അത്രയും ഹാംഫുൾ ആയിട്ടുള്ള ഒരു കാറ്റാ വരുന്നത്. ഈ ഇത്രയും കറുക്കണമെങ്കിൽ അപ്പൊ നമ്മുടെ ഉള്ളിൽ എന്തുവാ പോകുന്നത്? ഈ അമ്മുമ്മ 80 വയസ്സായി, എന്തായിരിക്കും അമ്മുമ്മയ്ക്കൊക്കെ അവിടെ കിട്ടുന്നത്? അവിടെയാണ് അടുക്കളയിൽ നിന്നാണ് പാചകമൊക്കെ ചെയ്യുന്നത്. വയസ്സാം കാലത്ത് ഈ പ്രാരബ്ധം അനുഭവിക്കാനേ ഞങ്ങൾക്ക് തലേതെഴുത്താ. ഇത് വേണമെന്ന് ജയിൽ പോലെ കെട്ടിയിരിക്കുക. ഞങ്ങൾക്ക് ഒരു കാട്ടില്ല, വെട്ടയില്ല, ജോലി ചെയ്യാനൊക്കത്തില്ല. 24 മണി അടുക്കള ഭാഗത്താണ് ഈ കാറ്റ് പോലും കിട്ടാതെ വലിയ ഉയർത്തി കെട്ടി മറിച്ച് വേസ്റ്റ് കൊണ്ടിടുന്നത്. അതെ, ഇത് അനുഭവിക്കണം. അയാളെന്ന് എത്തി നോക്കത്തില്ല ഇവിടെ. ഞങ്ങൾ എത്ര പറഞ്ഞാലും വള്ളി അത് ഇത് എല്ലാം വന്ന് മേളിൽ കൂടെ ഇടജന്തുക്കളൊക്കെ കയറാറുണ്ടല്ലോ. ഇടജന്തുക്കളും വരും, ഇടജന്തുവും വരും. ഇനി എന്താ അനുഭവിക്കാൻ ഒന്നും ഇല്ല. 35 വർഷം ഞങ്ങൾ നല്ലപോലെ സന്തോഷത്തിൽ ഇരുന്നതാ. ഇയാൾ മേടിച്ചതിന് ശേഷം ഞങ്ങൾക്ക് വലിയ ശല്യമായിട്ടിരിക്കുക. 2 വർഷമായിട്ട് 2 വർഷമായിട്ട് 4 വർഷമായി ഇതൊക്കെ വേസ്റ്റ് കൊണ്ടിട്ട് ഇങ്ങനെ വേസ്റ്റ് കൊണ്ടിടുക. കൊതുകു ഒരു 2-3 കിണർ തോണ്ടിയിട്ടേക്കുന്ന എന്തോത്തിനോ അതിൽ നിറച്ച് കൊതുകു എല്ലാം ഞങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇവിടെ. അത് പറഞ്ഞ അയാൾ ഇങ്ങോട്ട് നോക്കത്തേ ഇല്ല. പിന്നെ എങ്ങനെ പറ, ഞങ്ങൾക്ക് ജീവിക്കണ്ടേ? ഇതിപ്പോൾ വാടക വീടാണെങ്കിൽ നമുക്ക് വേറെ വീട്ടിൽ പോകാമെന്ന് പറയാം. ഇത് സ്വന്തമായിട്ട് മേടിച്ചിട്ട് ഞങ്ങൾ എങ്ങോട്ട് പോകാനാ? പറ, പോകാനൊക്കത്തില്ല. അനുഭവിച്ചാലല്ലേ ഈ വാട. ഇവിടുത്തെ മേയറൊക്കെ വന്ന് കണ്ടിട്ട് കഷ്ടമാണ്, എങ്ങനെ ജീവിക്കുന്നത് ചോദിച്ചിട്ട് പോയി.
നേരത്തെ മേയർ വന്നതാ, ഇതിലേ നോക്കി അതിലേ നോക്കി എല്ലാം നോക്കിയിട്ട് അമ്മ ഒന്നും വിഷമിക്കണ്ട, എല്ലാം ചെയ്തിട്ട് പോകാന്ന് പറഞ്ഞു പോയതാ. മേയർ പേരെന്നാ? ഓ പ്രസന്ന ആ പ്രസന്ന ഏണസ്റ്റ് മേയറാന്ന് ഇതൊക്കെ വന്ന് കണ്ടിട്ട് പോയത്. അതെ, ഈ കല്ലിടാൻ വരുമ്പോ ഏതാ ഈ ഇതിന്റെ ലൈബ്രറിയുടെ കല്ലിടാൻ വരുമ്പോ ഇവൻ പോയി കാത്തിരുന്ന് വിളിച്ചോണ്ട് വന്ന് എൻ്റെ മുതുവത്ത് തട്ടി അമ്മ എല്ലാം ശരിയാക്കാം, ഉടനെ ശരിയാക്കാന്നൊക്കെ പറഞ്ഞിട്ട് പോയതാ. അടുക്കളയിൽ കൂടെ വന്ന് നോക്കി, വെളിയിൽ വന്ന് നോക്കി, ആരുടെയും ഒരു ഇതും ഇല്ല ഇവിടെ. ഞങ്ങൾ അനുഭവിച്ചോണ്ടിരിക്കുക വർഷങ്ങളായിട്ട് ഇത്.